നമ്മൾ പഠനത്തിൽ ഏറ്റവും കൂടുതൽ എക്സൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. ഈ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മുടെ ബ്രെയിനിനെ ഷാർപ്പൻ ചെയ്യാൻ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഷാർപ്പൻ ചെയ്യുമ്പോഴാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഒരു കാര്യത്തിൽ നിർത്താൻ നാം പഠിക്കണം. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഒരു സമയത്ത് ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഒന്നിൽ കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. എങ്ങനെ ഒന്നിൽ കൂടുതൽ ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാ? അത് ട്രെയിൻഡ് ആവണം, അത് ഹാബിറ്റായി മാറണം. എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന സമയം, ആ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു മൊബൈലിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? നെവർ, ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് അതിൽ നിങ്ങൾ എക്സ്പേർട്ടായി, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് രജിസ്റ്റർ ആയി, അതൊരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ ഡ്രൈവ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പാട്ട് കേട്ടാൽ ആ പാട്ടിനെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും, അതിനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്രൈവിംഗ് എന്നത് കംഫർട്ടായിട്ട് അത് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളൊരു കാര്യം ലേൺ ചെയ്യുന്ന സമയത്ത്, ഹാബിറ്റായി മാറാത്ത സമയത്ത് ഒരു കാര്യത്തിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കുകയാണ്, ഓരോ ദിവസവും പുതിയ പുതിയ പോർഷൻസ് പഠിക്കുകയാണ് അല്ലേ? അവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഹാബിറ്റായി മാറുമോ? പഠനം ഹാബിറ്റായി മാറും. പക്ഷെ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പുതിയ കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിൽ മാത്രമേ ബ്രെയിനിന്, കോൺഷ്യസ് മൈൻഡിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥി ആ പഠന സമയത്ത് ആ പഠനത്തിൻ്റെ കൂടെ വേറെ ഒരു കാര്യത്തിലേക്കും ശ്രദ്ധ പോകാൻ പാടില്ല. പഠിക്കുന്ന സമയത്ത് മ്യൂസിക് കേൾക്കുകയോ മുൻപ് കണ്ട ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുകയോ വേറെ എന്തെങ്കിലും ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ പഠിക്കുന്ന കുട്ടി ലേൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കാര്യത്തിൽ തന്നെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ നിർത്താൻ, ആ ഹാബിറ്റിൽ എക്സ്പീരിയൻസ് ആകാൻ, അതിൽ നാം ഫുള്ളി കോൺസെൻട്രേഷൻ, അറ്റൻഷൻ നമ്മൾ അവിടെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ആ പഠനത്തിൽ നമ്മൾ ഏറ്റവും നല്ല വിജയം നേടുന്ന, പഠനത്തിൽ ഏറ്റവും നല്ല എക്സൽ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.